നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. പ്രതിരോധ രംഗത്ത് കൈകോർത്ത് ഇസ്രയേൽ ഇന്ത്യൻ സ്ഥാപനങ്ങൾ. ഇസ്രയേലിലെ പ്രമുഖ പ്രതിരോധ വ്യോമയാന സ്ഥാപനമായ ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് അഥവാ IAIയുടെ അനുബന്ധ സ്ഥാപനമായ ELTA സിസ്റ്റംസ് മുഖേന ബംഗളൂരു ആസ്ഥാനമായ DCH സിസ്റ്റംസുമായി ചേർന്ന് തമിഴ്നാട്ടിൽ അത്യാധുനിക റഡാർ നിർമ്മാണശാല സ്ഥാപിക്കാനാണ് പദ്ധതിയിടുന്നത്. ഇരു കമ്പനികളും സംയുക്തമായി രൂപീകരിച്ച ELTX സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭത്തിന്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപ്രധാന പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലെ സുപ്രധാന നാഴികക്കല്ലായാണ് ഈ പുതിയ നിർമ്മാണശാല വിലയിരുത്തുന്നത്. ഇന്ത്യൻ സായുധ സേനയുമായും പ്രതിരോധ മന്ത്രാലയവുമായും കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി അടുത്ത ബന്ധം പുലർത്തുന്ന കമ്പനിയാണ് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയുടെ വിവിധ സേനകളുടെയും വിവിധ സർക്കാർ ഏജൻസികളുടെയും സുരക്ഷാ ആവശ്യങ്ങൾക്കായി IAIയുടെ നിരവധി സംവിധാനങ്ങൾ നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതാണ് പുതിയ നീക്കം. വെറുമൊരു ഇറക്കുമതി രാജ്യം എന്നതിലുപരിയായി പ്രതിരോധ സാമഗ്രികൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള നിർണായക സാങ്കേതിക വിദ്യ കൈമാറ്റം ഇസ്രയേലിൽ നിന്ന് ഇന്ത്യ ഇതിലൂടെ സ്വന്തമാക്കുന്നു. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ ശൂലഗിരി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിർമ്മിക്കുന്ന ഈ പ്ലാന്റിന്റെ നിർമ്മാണം 2027 ഏപ്രിലോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് അത്യാധുനിക എയർബോൺ റഡാർ സംവിധാനങ്ങളുടെയും ഉപരിതല പ്രതിരോധ സംവിധാനങ്ങളുടെയും നിർമ്മാണം, സംയോജനം, പരിശോധന തുടങ്ങിയവയും ഇവിടെ നടക്കും. ശൂലഗിരി പ്ലാന്റിൽ നിന്ന് പുറത്തിറക്കുന്ന അത്യാധുനിക സർവൈലൻസ് ട്രാക്കിംഗ് ഉപകരണങ്ങൾ കര, നാവിക, വ്യോമസേനകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക രീതിയിൽ നിർമ്മിക്കുന്നവയാണ്. അതിർത്തി നിരീക്ഷണ ശൃംഖലകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഡ്രോൺ ഭീഷണികളെ നേരിടുന്നതിനാവശ്യമായ സെൻസർ സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതും ഇവിടെ നടക്കും. ഹൈ എൻഡ് പ്രതിരോധ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യയും അറിവും ഇന്ത്യൻ കമ്പനികൾക്ക് കൈമാറാനും ഈ പ്ലാനിലൂടെ സാധിക്കും. ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ഡിസൈൻ വികസന ശേഷികളെ അടിമുടി പരിഷ്കരിക്കും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഇത്തരം സംയുക്ത സംരംഭങ്ങളിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സാങ്കേതിക നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയാണ് ഈ സഹകരണം പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് IAI പ്രസിഡന്റും CEOയുമായ ബോവാസ് ലെവി പറഞ്ഞത്. ഈ ഫാക്ടറിയിൽ എത്രത്തോളം നിക്ഷേപം വരുമെന്നതിനെക്കുറിച്ചോ ഏതൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ നിർമ്മിക്കുക എന്നതിനെക്കുറിച്ചോ ഔദ്യോഗികമായി ഒരു പ്രതികരണം വന്നിട്ടില്ല. എന്നാൽ തമിഴ്നാട് സർക്കാർ നേരത്തെ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഈ സംരംഭത്തിൽ 850 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുമെന്നും ഇത് 165ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഈ പദ്ധതി മാത്രമാണ് ഇസ്രയേലുമായി കൈകോർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ മുന്നേറ്റമെന്നും കരുതണ്ട. 4 പതിറ്റാണ്ടിലേറെയായി ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയുമായും പ്രതിരോധ മേഖലയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, പൈലറ്റ് ഇല്ലാ വിമാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, റഡാറുകൾ, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ കമ്പനിയുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും നിലവിൽ കര, നാവിക, വ്യോമസേനകളിലും വിവിധ സർക്കാർ ഏജൻസികളിലും സജീവമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിലെ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സമീപകാലത്ത് ഒട്ടനവധി നിർണായക നീക്കങ്ങളാണ് IAI നടത്തിയിട്ടുള്ളത്. അതിലൊന്നാണ് എയ്റോസ്പേസ് സർവീസസ്. ഇന്ത്യയിൽ കമ്പനിയുടെ നേരിട്ടുള്ള സബ്സിഡിയറിക്കാണ് ഇതിലൂടെ തുടക്കം കുറിച്ചത്. മറ്റൊന്ന് IIT ഡൽഹിയുമായിട്ടുള്ള പങ്കാളിത്തമായിരുന്നു. അത്യാധുനിക ഗവേഷണങ്ങൾക്കായി പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ IIT ഡൽഹിയുമായും ഇവർ ധാരണയിലെത്തിയിരുന്നു. ഇന്നോവേഷൻ ആക്സിലറേഷൻ പ്രോഗ്രാം ആയിരുന്നു മറ്റൊന്ന്. ഇന്ത്യയിലെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രത്യേക പദ്ധതിയായിരുന്നു ഇത്. ഹൈദരാബാദ് ഫെസിലിറ്റി ആയിരുന്നു മറ്റൊന്ന്. നിലവിലുള്ള റഡാർ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും പുനരുദ്ധാരണത്തിനുമായി ഹൈദരാബാദിൽ ഒരു കേന്ദ്രം തുറന്നു. ഇത് ഇന്ത്യൻ സൈന്യത്തിന് വേഗത്തിൽ സേവനം ലഭ്യമാക്കാൻ സഹായിക്കുന്നതുമാണ്.